ഹായ് ഗൈസ്, പുതിയ ബ്രഷായ ഞാൻ. എത്ര സുന്ദരിയാണ് ഞാൻ, എത്ര ക്യൂട്ടാണ് ഞാൻ. വൗ, എന്തൊരു രസമല്ലേ എന്നെ കാണാൻ. എൻ്റെ ദൈവമേ, ഇത്രയും സൗന്ദര്യമൊക്കെ മനുഷ്യർക്ക് പോലും കൊടുത്തിട്ടില്ലാത്ത എനിക്ക് എന്തിനാണോ തന്നത്? നീ അതിനെ അഹങ്കരിക്കുകയൊന്നും വേണ്ട. എന്നെ കണ്ടോ, ഞാനും നിന്നെപ്പോലെ ഒരുപാട് സുന്ദരിയായിരുന്നു. പക്ഷേ ഈ മനുഷ്യരെല്ലാവരും കൂടെ അവരെന്നെ കൊണ്ടുപോയി ചപ്പിപ്പിഴിഞ്ഞ് നീരൂറ്റി ആ നാറിയ വായിലിട്ടെന്നെ ഞെക്കി പിഴിഞ്ഞ് ഇതേണ്ട കക്കൂസ് കഴുകുന്ന ബ്രഷ് പോലെ ആക്കിയില്ല എന്നെ. നീ അഹങ്കരിക്കുകയൊന്നും വേണ്ട. നിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. എന്നാ ചേട്ടാ ചേട്ടൻ വിഷമിച്ചിരിക്കുന്നേ? എന്ത് പറ്റി? വിഷമിച്ചിരിക്കുന്നതോ? നീ എൻ്റെ കോലം കണ്ടില്ലേ? ഞാനും നിന്നെപ്പോലെ നല്ല തടിച്ചുരുണ്ട് നല്ല ഗുണ്ടുമണിയായിട്ടിരുന്നതാ. ഈ മനുഷ്യരെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ഞെക്കി പീച്ചി ചുരുട്ടുന്ന പോലെ ഉരുട്ടി കെട്ടി പീച്ചി വലിച്ച് എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ നീ കണ്ടോ? ഇതെന്നെ അവസ്ഥയാണ്. ഈ മനുഷ്യരെല്ലാവരും കൂടെ അവരുടെ പല്ല് വെളുപ്പിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ട് ഉരയ്ക്കുക. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനും അവിടെ വിഷമിച്ചിരിക്കുക കണ്ടോ. നീ നീ ഇത് വല്ലതും കാണുന്നുണ്ടോ? ചേട്ടാ, ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നേ? ചേട്ടന് കൂട്ടായിട്ട് ഞാനില്ലേ. നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടത്തില്ല. എന്നാന്ന് വെച്ചാൽ 1 മാസം കഴിയുമ്പോൾ നിന്റെ അവസ്ഥയും ഇതിലും മോശമായിരിക്കും. അവർ നിന്റെ പള്ളയ്ക്കൂടെ ഇങ്ങനെ കത്തി കയറ്റിട്ട് പൊളന്നിട്ട് നിന്നെ ഇങ്ങനെ പീച്ചിയെടുക്കും. പാണ്ടിലൂർ കയറിയ തവളയുടെ അവസ്ഥയായിരിക്കും നിനക്ക്. കണ്ടോ?